ഹായ് നമസ്കാരം, എൻ്റെ പേര് വിനോദ്. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിന്റെ നിറകുടം തേടിയുള്ള യാത്ര, അറിവിന്റെ ഇന്ദ്രജാലത്തിലൂടെയുള്ള യാത്ര, അറിവിന്റെ 6ാം ഇന്ദ്രിയത്തിലേക്കുള്ള യാത്ര. എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സിക്സ് സെൻസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ചുരങ്ങളാണ്. ഇന്ത്യയിലെ ചുരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ 2 ഭാഗമായിട്ട് എടുക്കാനാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ ഭാഗം ഇന്ന് എടുക്കുകയാണ്. ഹിമാലയത്തിൻ്റെ ഭാഗമായ ചുരങ്ങൾ, അതാണ് ഇന്ന് എടുക്കുന്ന ഭാഗം. എൻ്റെ ചോദ്യം, ചുരം എന്നാൽ എന്ത്? അത് സിമ്പിളാണ്. ഉദാഹരണം നോക്കിക്കോ. ഒരു വലിയ മലനിര, ഒരുപാട് വലിയ കുന്നുകളും ചെറിയ കുന്നുകളും എല്ലാം അടങ്ങിയൊരു മലനിര. അതിൻ്റെ ഇരുവശത്തായി 2 നഗരങ്ങളുണ്ട് വിചാരിക്കുക. ഇത് 2 നഗരം. ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഈ മലനിര മുറിച്ച് കടന്നേ മതിയാവും. അപ്പോൾ സ്വാഭാവികമായും ഈ മലനിരയിലെ ഉയരം കുറഞ്ഞ ഭാഗങ്ങൾ നോക്കി അവിടെ മലമ്പാതകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ചുരം. എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, 2 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പർവ്വതത്തിലെ ഇടുങ്ങിയ അല്ലെങ്കിൽ വിശാലമായ മലമ്പാതകളെ വിളിക്കുന്ന പേരാണ് ചുരം. ഉദാഹരണം എടുത്ത് പറഞ്ഞാൽ, ഇപ്പോൾ പശ്ചിമഘട്ടത്തിന് ഒരു ഭാഗം പാലക്കാടാണെന്നറിയാം, മറുഭാഗത്ത് കോയമ്പത്തൂരാണെന്നറിയാം. സ്വാഭാവികമായും പാലക്കാടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒരു കാറിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ പശ്ചിമഘട്ടം മുറിച്ച് കടക്കേണ്ടി വരും. പശ്ചിമഘട്ടം മുറിച്ച് കടക്കാതെ പാലക്കാട് നിന്നൊരു വ്യക്തിക്ക് ഹൈവേയിലൂടെ എവിടേക്ക് എത്താൻ സാധിക്കില്ല? കോയമ്പത്തൂരിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും പശ്ചിമഘട്ടത്തിലൊരു ചുരം കാണും. അതാണ് പാലക്കാട് ചുരം. വേണമെങ്കിൽ പറയാം പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നെന്ന് പറയാം. ഇനിയിപ്പോൾ പാലക്കാട് കേരളത്തിലാണ്, കോയമ്പത്തൂർ തമിഴ്നാട്ടിലാണ്. അപ്പോൾ പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു, എങ്ങനെ വേണമെങ്കിലും പറയാം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയത്തിൻ്റെ ഭാഗമായ ചുരങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ മുകൾ ഭാഗം എന്ന് പറഞ്ഞ വടക്ക് ഭാഗത്ത് 2 പുതിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ മാർക്ക് ചെയ്യുന്ന ജമ്മു ആൻഡ് കാശ്മീർ. മറ്റൊന്നാണ് ലഡാക്കാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. അപ്പോൾ ഈ ലഡാക്കിനും ജമ്മു കാശ്മീരിനുമാണെങ്കിൽ 2 തലസ്ഥാന നഗരങ്ങളുണ്ട്. ലഡാക്കിനും ഒരു തലസ്ഥാനമുണ്ട്, ജമ്മുവിനും തലസ്ഥാനമുണ്ട്. ലഡാക്കിൻ്റെ തലസ്ഥാനമാണ് ലേ. ലഡാക്ക് പറഞ്ഞാൽ സ്വാഭാവികമായും ജനസംഖ്യ അത്രയൊന്നുമില്ല. ലഡാക്കിൽ ഉള്ളതിൽ വെച്ച് ജനസംഖ്യ കൂടുതൽ ഉള്ള നഗരവും ലേ തന്നെയാണ്. ലഡാക്കിൻ്റെ തലസ്ഥാനമാണ് ലേ. ഇന്ത്യയിലെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള തലസ്ഥാനവും തന്നെയാണ്, ലേ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വടക്കേ അറ്റത്തെ തലസ്ഥാന നഗരം, നോർത്തേൺ മോസ്റ്റ് ക്യാപിറ്റൽ സിറ്റി ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ലേ ആണ്. ജമ്മുവിൻ്റെ പ്രധാനപ്പെട്ട നഗരമാണ് ശ്രീനഗർ. ജമ്മുവിൻ്റെ തലസ്ഥാനങ്ങളിൽ ഒന്നാണ് ശ്രീനഗർ. ജമ്മു കാശ്മീരിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരവും തന്നെയാണ് ശ്രീനഗർ. അപ്പോൾ സ്വാഭാവികമായി ജമ്മുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ശ്രീനഗറും ലഡാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ലേയുമാണെങ്കിൽ സ്വാഭാവികമായി ഈ 2 നഗരവും തമ്മിൽ ഗതാഗതമായ രീതിയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി ശ്രീനഗറിൽ നിന്ന് ഒരുപാട് യാത്രക്കാർ ലേയിലേക്ക് പോകുന്നുണ്ടാവും. ലേയിൽ നിന്ന് ഒരുപാട് യാത്രക്കാർ ശ്രീനഗറിലേക്കും വരുന്നുണ്ടാവും. ഇപ്പോൾ ലേ ഒരു ജില്ലയാണ്, ശ്രീനഗറും ഒരു ജില്ലയാണ്. ലേ ജില്ലയിലെ പ്രധാനപ്പെട്ട 2 സ്ഥലമാണ്. ഒന്ന് നുബ്ര. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നുബ്ര ഇതൊരു ഈ ഭാഗത്തായിട്ട് വരും. നുബ്ര വാലി എന്ന് പറയും, നുബ്ര താഴ്വര. പിന്നെ ഒന്നാണ് എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സിൽ ഇന്നും ഒരു ഹരമായി നിൽക്കുന്ന കാർഗിലും നുബ്രയും എല്ലാം ലേ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ്. ലേ പറയുമ്പോൾ ഒരു ജില്ലയാണ്, അതിലെ 2 സ്ഥലങ്ങളാണ് നുബ്രയും അതുപോലെ തന്നെ കാർഗിലും എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ലേയിൽ നിന്ന് സ്വാഭാവികമായി കാർഗിലിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അത് ലേ ജില്ലയിലാണല്ലോ ഈ കാർഗിൽ. അപ്പോൾ ലേയിൽ നിന്ന് സ്വാഭാവികമായിട്ട് കാർഗിലിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. ലേയിൽ നിന്ന് നുബ്രയിലേക്കും യാത്ര ചെയ്യേണ്ടി വരും. നോക്കുമ്പോൾ ജമ്മു കാശ്മീരിനേക്കാൾ കുറച്ചും കൂടി പർവ്വത നിബിഡമായ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. നോക്കുമ്പോൾ തന്നെ അറിയാം, ജമ്മു എന്ന് പറയുമ്പോൾ ലഡാക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു കേന്ദ്രഭരണ പ്രദേശം. അപ്പോൾ സ്വാഭാവികമായി ലഡാക്കിൻ്റെ ക്യാപിറ്റൽ സിറ്റി ലേ, ജനസംഖ്യ ലഡാക്കിൽ കൂടിയ സ്ഥലം സ്വാഭാവികമായും ലേ ആയിരിക്കും. അപ്പം നുബ്രയുമായും കാർഗിലുമായും ബന്ധിപ്പിക്കുന്ന രീതിയിൽ 2 ചുരങ്ങൾ അവിടെ ഉണ്ടാവും. അതിലൊരു ചുരം ലേനെ
നുബ്രയുമായി ബന്ധിപ്പിക്കുന്നു ഒരു ചുരം. ലേയിനെ എന്ത് ചെയ്യുന്നു? കാർഗിലുമായി ബന്ധിപ്പിക്കുന്നു. ലേയിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്ന ആ ചുരത്തിനെ വിളിച്ച പേരാണ് ഏതാ? നാമാക്കില. ലഡാക്കിലാണത്. ലഡാക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാമാക്കില. ലാ എന്ന് വെച്ചാൽ തിബറ്റൻ ഭാഷയിൽ ചുരം എന്നർത്ഥം. അപ്പോൾ ലേയിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്ന ചുരം നാമാക്കില. അപ്പോൾ ലേയിൽ നിന്ന് നുബ്രയിലേക്കും കാറിലോ ബസ്സിലോ ജീപ്പിലോ ഒക്കെ ആൾക്കാർ പോകുന്നുണ്ടാവും. അവിടെയും സ്വാഭാവികമായിട്ട് ഒരു ചുരം കാണണം. ലേയിനെ നുബ്ര താഴ്വര, നുബ്ര വാലിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരം എവിടെയും കാണണം. ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്ത് കാണണം. അതിൻ്റെ പേരാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ ചുരം. അതിനെ വിളിക്കുന്ന പേരാണ് കാർത്തുങ്കല. ഇപ്പോൾ ഗതാഗത യോഗ്യമായ ചുരം കാർത്തുങ്കലയല്ല, അത് മാറി. ഒരു കൊല്ലം മുന്നേ വരെ കാർത്തുങ്കലയായിരുന്നു. അപ്പോൾ ലേ ഒരു സിറ്റി. ലേൻ്റെ വലത് ഭാഗം കിഴക്ക് ഭാഗത്ത് നുബ്രയുണ്ട്. ലേയുടെ ഇടത് ഭാഗം പടിഞ്ഞാറ് ഭാഗത്ത് കാർഗിലുണ്ട്. ലഡാക്കിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്നത് നാമാക്കിലയും ലഡാക്കിനെ നുബ്രയുമായി ബന്ധിപ്പിക്കുന്നത് ഏതാ? കാർത്തുങ്കല. ഈ കാർത്തുങ്കലയും അതുപോലെ തന്നെ നാമാക്കില, ഈ രണ്ട് ചുരങ്ങളും ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീനഗർ ജമ്മു കാശ്മീരിലെ തലസ്ഥാന നഗരങ്ങളിൽ ഒന്നാണ്. ജമ്മു കാശ്മീരിൽ തലസ്ഥാനം ശ്രീനഗറാണെങ്കിൽ സ്വാഭാവികമായി അവിടെ ജനവാസം ഉണ്ടാവും. ലഡാക്കിൻ്റെ തലസ്ഥാനം ഏതാ? ലേ. ഏറ്റവും വടക്കേയുടെ തലസ്ഥാന നഗരമാണ്. അപ്പോൾ ലഡാക്കിലെ ജനസംഖ്യ കൂടിയ നഗരവും ലേ ആണ്. അപ്പോൾ ശ്രീനഗറിൽ നിന്ന് ലേയിലേക്കും ലേയിൽ നിന്ന് ശ്രീനഗറിലേക്കും ഒരുപാട് യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി ശ്രീനഗറിനെയും എന്ത് ചെയ്യേണ്ടി വരും? സ്വാഭാവികമായി ലേ എന്ന നഗരവുമായി ബന്ധിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ശ്രീനഗറിനെ ലേയുമായി ബന്ധിപ്പിക്കുക എന്ന് വെച്ചാൽ ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. കാരണം ലഡാക്കിലാണല്ലോ ഈ ലേ. അപ്പോൾ ശ്രീനഗറിൽ നിന്ന് ലഡാക്കിലേക്ക് കടക്കാനുള്ള ഒരു ചുരം. അപ്പോൾ ലഡാക്കിലേക്ക് കടക്കാൻ ശ്രീനഗറിൽ നിന്നുള്ള ചുരം അതായതുകൊണ്ട് ആ ചുരത്തിന് എന്ത് വിളിക്കും? ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നും കൂടി വിളിക്കും. കാരണം ശ്രീനഗറിൽ നിന്ന് ലഡാക്കിലേക്ക് പോകാനുള്ള ചുരമായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് സോജില. ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണേത്? സോജില. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്ന് വിളിക്കുന്ന ചുരവും ഏത് തന്നെയാണ്? സോജില. അപ്പോൾ ലേ ഒരു നഗരം. ലേയുടെ ലെഫ്റ്റ് സൈഡ് കാർഗിൽ, അവിടെ നാമാക്കില. കാർഗിലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നാമാക്കില മുറിക്കേണ്ടി വരും. അപ്പോൾ ലേനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്നു. ലേയുടെ റൈറ്റ് സൈഡ് നുബ്ര. അപ്പോൾ ലേനെ നുബ്രയുമായി ബന്ധിപ്പിക്കുന്നു ഏതാ? കാർത്തുങ്കല. പിന്നെ ശ്രീനഗർ ജമ്മുവിലെ ഒരു വലിയ നഗരമാണ്. ആ ശ്രീനഗറിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുമ്പോൾ ഉള്ള ചുരമാണേത്? സ്വാഭാവികമായി സോജില. ഞാൻ പറഞ്ഞു ജമ്മു കാശ്മീരിൽ നിന്ന് ലഡാക്കിലേക്ക് പോകാനുള്ള ചുരമായതുകൊണ്ട് ലഡാക്കിലേക്ക് ആ ചുരത്തിലൂടെ മാത്രമേ കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് എന്ത് പറയുന്നു? ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നുകൂടി വിളിക്കുന്ന ചുരമാണേത്? ഈ പറയുന്ന സോജില എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ലഡാക്കിലെ 6 ചുരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ലഡാക്കിന് തൊട്ട് താഴെയുള്ളൊരു സ്റ്റേറ്റ് ഞാൻ മാർക്ക് ചെയ്യാണ്. ആ സ്റ്റേറ്റിൻ്റെ പേരാണ് ഏതാ? അതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഏതാ? ഹിമാചൽ പ്രദേശ്. ഇതാണ് ഹിമാചൽ പ്രദേശ്. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലഡാക്കിൻ്റെ തലസ്ഥാന നഗരമായ ലേയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഹിമാചൽ പ്രദേശിലേക്ക് കടന്നു. ഹിമാചൽ പ്രദേശിലേക്ക് കടക്കുമ്പോൾ ഹിമാചൽ പ്രദേശിലെ ഒരു ചുരത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യും. ആ യാത്ര ചെന്ന് അവസാനിക്കുന്ന ഒരു നഗരമുണ്ട്, ഒരു മനോഹരമായ നഗരം. ഹിമാചൽ പ്രദേശിൽ ഒരുപാട് മനോഹരമായ നഗരങ്ങളുണ്ട്. അതിൽ അതിമനോഹരമായ ഒരു സ്ഥലം ഞാനിപ്പോൾ മാർക്ക് ചെയ്യാം. അവിടെയല്ല ഇത് അവസാനിക്കുന്നത്. അത് ഹിമാചൽ പ്രദേശിലെ പ്രസിദ്ധമായ ഒരു ജില്ലയാണ്. ഏതാണ് ആ ജില്ല എന്ന് ചോദിച്ചാൽ വാലി ഓഫ് ഗോഡ്സ്, ദൈവങ്ങളുടെ താഴ്വര എന്ന് വിളിക്കുന്ന ആ ജില്ലയെ വിളിക്കുന്ന പേര് കുളു. എന്തുകൊണ്ടാണ് അതിനെ ദൈവങ്ങളുടെ താഴ്വര എന്ന് വിളിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഹിന്ദു മതക്കാർക്കും ക്രിസ്തു മതക്കാർക്കും ഇസ്ലാം മതക്കാർക്കും ജൈന മതക്കാർക്കും ആരാധിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ നിറഞ്ഞ ഒരു താഴ്വര ആയതുകൊണ്ടാണ് കുളുവിനെ എന്ത് വിളിക്കുന്നത്? ദൈവങ്ങളുടെ താഴ്വര എന്ന് വിളിക്കുന്നത്. ആ കുളു ജില്ലയിലെ ഒരു മനോഹരമായ സ്ഥലത്ത് വന്ന് ഈ ഒരു ചുരം എൻഡ് ചെയ്യും. ഏതാണ് ആ സ്ഥലം എന്ന് ചോദിച്ചാൽ ആ സ്ഥലത്തിൻ്റെ പേരാണ് മണാലി. ഏതാണ്? മണാലി. അപ്പോൾ ലഡാക്കിൻ്റെ തലസ്ഥാന നഗരമായ ലേയിനെ ഹിമാചൽ പ്രദേശിലെ മണാലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ആ ചുരത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത്. ആ ചുരത്തിനെ വിളിച്ച പേരാണ് സിംഗോല. ഏതാണ്? സിംഗോല. അപ്പോൾ ഈ ലഡാക്കിൻ്റെ തലസ്ഥാനമായ ലേയിൽ നിന്ന് നമ്മൾ കുറച്ച് വൈഡായി യാത്ര ചെയ്തു. വൈഡായി യാത്ര ചെയ്ത് ഹിമാചൽ പ്രദേശിൻ്റെ മറ്റൊരു എൻഡിലെത്തും. അവിടെയും ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ലാഹുൽ സ്പിതി. എന്താണ്?
ലാഹുൽ സ്പിതി. അപ്പോൾ ലേ എന്ന തലസ്ഥാന നഗരത്തെ ലാഹുൽ സ്പിതിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരം. ലേനെ മണാലിയുമായിട്ട് ഏതാ? സിംഗോല. അപ്പോൾ ലാഹുൽ സ്പിതിയുമായി ലേനെ ലാഹുൽ സ്പിതിയുമായി ബന്ധിപ്പിക്കുന്ന ഹിമാചൽ പ്രദേശിലെ ചുരം. സിംഗോലയും ഹിമാചൽ പ്രദേശിലാണ്. ഈ പറയാൻ പോകുന്ന ചുരവും ഹിമാചൽ പ്രദേശിലാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ബാരാലാപ്ചില. ഏതാണ്? ബാരാലാപ്ചില. ലേനെ അല്ലെങ്കിൽ ലഡാക്കിനെ ലാഹുൽ സ്പിതിയുമായി, ലഡാക്കിന് തലസ്ഥാനമാണല്ലോ അല്ലേ, ലേനെ ലാഹുൽ സ്പിതിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാപ്ചില. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ദൈവങ്ങളുടെ താഴ്വരയായ കുളു താഴ്വര മാർക്ക് ചെയ്തു. ആ കുളുവിൽ നിന്ന് ലാഹുൽ സ്പിതിയിലേക്ക് പോകണം. ഇവിടെയാണല്ലോ ലാഹുൽ സ്പിതി. കുളുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ലാഹുൽ സ്പിതിയിലേക്ക് പോയി. അപ്പോൾ കുളുവിനെ ലാഹുൽ സ്പിതിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ്ല. അതും ഹിമാചൽ പ്രദേശിൽ. കുളു ലാഹുൽ സ്പിതി ഏതാ? റോഹ്താങ്ല. അപ്പോൾ ഹിമാചൽ പ്രദേശിലേക്ക് വരുമ്പോൾ ഇന്ത്യക്കുള്ളിലെ സ്ഥലങ്ങളുമായി ബന്ധമുള്ള 3 ചുരങ്ങൾ പഠിച്ചു. ഒന്ന് ഹിമാചൽ പ്രദേശിലെ സിംഗോല, 2 ഹിമാചൽ പ്രദേശിലെ തന്നെ ബാരാലാപ്ചില, 3 ഹിമാചൽ പ്രദേശിലെ തന്നെ റോഹ്താങ്ല. അതിൽ സിംഗോലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലഡാക്കിൽ നിന്ന് യാത്ര ചെയ്ത് എവിടേക്കെത്തി? കുളു ജില്ലയിലെ മണാലി വരയ്ക്കെത്തി. മണാലിയെ ലഡാക്കുമായി അല്ലെങ്കിൽ ലേയുമായി ബന്ധിപ്പിക്കുന്നു. അതേ ലഡാക്കിൽ നിന്ന് കുറച്ച് വൈഡായി യാത്ര ചെയ്തപ്പോൾ നമ്മൾ ബാരാലാപ്ചില ചുരം എന്ത് ചെയ്തു? ലാഹുൽ സ്പിതി താഴ്വരയിലെത്തി. അപ്പോൾ ലേയിനെ ലാഹുൽ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാപ്ചില. പിന്നെ നമ്മൾ കുളുവിൽ നിന്ന് എങ്ങോട്ട് പോയി? നേരെ ലാഹുൽ സ്പിതിയിലേക്ക് എത്തി. അതാണേത്? റോഹ്താങ്ല. അതുകൂടാതെ ഈ ഹിമാചൽ പ്രദേശിൻ്റെ ഈ ബോർഡറിൽ ഒരു ചുരമുണ്ട്. ബോർഡറിലൊരു ചുരമുണ്ടെങ്കിൽ ഹിമാചൽ പ്രദേശിൽ നിന്ന് എവിടേക്ക് പോകാനേ പറ്റുക? പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ? അതിപ്പറല്ലേ. അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ? അതിപ്പറാണ്. നേപ്പാളിലേക്ക് പോകാൻ പറ്റുമോ? നേപ്പാളൊക്കെ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് ഇനി പോകാൻ പറ്റാവുന്ന ഒറ്റ രാജ്യമുള്ളൂ ബോർഡറിലാണെങ്കിൽ. ഏതാ? ചൈന. ആ ചുരത്തിൻ്റെ പേരാണ് ഹിമാചൽ പ്രദേശിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്നൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഏത് സംസ്ഥാനത്തെ ചോദിക്കും? ഹിമാചൽ പ്രദേശ്. ചിലപ്പോൾ ഇന്ത്യയെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം തന്നവയിൽ ഏതാ ചോദിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഷിപ്കില. അത് ഇൻ്റർനാഷണൽ മൗണ്ടെയിൻ പാസ്സാണ്. ഇതിലിപ്പോൾ ഷിപ്കില മാത്രമാണ് ഇൻ്റർനാഷണൽ. കാരണം മറ്റൊരു രാജ്യത്തിലേക്ക് കയറാൻ പറ്റും. ഏതാ? ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ഷിപ്കില. ഇതുപോലെ നമ്മൾ ലഡാക്കിൽ പഠിച്ചിരുന്നു, ചൈനയുമായി ബന്ധിപ്പിക്കുന്ന അഖില പഠിച്ചിരുന്നു. ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ ചുരമായ ഉമിലുങ്ങില പഠിച്ചിരുന്നു. അതുപോലെ ഒരു ഇൻ്റർനാഷണൽ പാസ് അന്താരാഷ്ട്ര മലമ്പാതയാണ് ഷിപ്കില. ഇന്ത്യക്കുള്ളിൽ വന്നപ്പോൾ സിംഗോല, റോഹ്താങ്ല, ബാരാലാപ്ചില ഈ 3 എവിടെ കണ്ടു? ഹിമാചൽ പ്രദേശിൽ കണ്ടു. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ നമ്മൾ ഇൻ്റർനാഷണൽ ബൗണ്ടറിയിൽ വരുന്ന ഷിപ്കില കണ്ടു. അതുകൂടാതെ നമ്മൾ എന്ത് കണ്ടു? സിംഗോല കണ്ടു. അതുകൂടാതെ ബാരാലാപ്ചില കണ്ടു. അതുകൂടാതെ റോഹ്താങ്ല എന്ന ചുരം കണ്ടു. ഇനി ഹിമാചൽ പ്രദേശിന് തൊട്ട് താഴെയുള്ള അടുത്ത സ്റ്റേറ്റ് ഞാൻ മാർക്ക് ചെയ്യാണ്. അത് ഈ വെള്ള, അതാണേത്? ഉത്തരാഖണ്ഡ്. ഉത്തരാഞ്ചൽ എന്ന് പണ്ടുകാലത്ത് വിളിച്ചിരുന്ന ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ 3 പ്രസിദ്ധമായ ചുരം, അത് 3 ഇൻ്റർനാഷണലാണ്. 3 പ്രസിദ്ധമായ ചുരം, 1, 2, 3. ഉത്തരാഖണ്ഡ് ഇങ്ങോട്ട് തള്ളി നിൽക്കുകയാണ്. അത് നോക്കുമ്പോൾ അറിയാം. ഏതൊക്കെയാണ് ആ 3 ചോദിച്ചാൽ അതിൽ ഒരെണ്ണത്തിനെ വിളിച്ച പേര്, ആദ്യത്തെ ഭാഗം ഇത് ലിബുലക്ക്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലിബുലക്ക് ല എന്ന് വെച്ചാൽ ചുരം. അപ്പോൾ ലാന്നിട്ടും കുഴപ്പമൊന്നുമില്ല. ലിബുലക്ക്. അടുത്ത ചുരമാണ് മനാല. അടുത്ത ചുരമാണ് നിറ്റില. ഇതൊക്കെ എവിടെയെന്നേ ചോദിക്കുള്ളൂ. എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഉത്തരം കൊടുക്കുക. ഏതാ? ഉത്തരാഖണ്ഡ്. ലിബുലക്കില, മനാല, പിന്നെ ഏതാ? നിറ്റില. അല്ലെങ്കിൽ നിറ്റി പാസ്. ചിലപ്പോൾ ലാന്ന് കൂട്ടി ചോദിക്കില്ല, നിറ്റി പാസ് അങ്ങോട്ട് ചോദിക്കും. ഇത് നോക്കുമ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത ഈ 3 നോക്കുമ്പോൾ ഇത് ഏതുമായി ബന്ധപ്പെടാനാ സാധ്യത? അത് നോക്കുമ്പോഴേ അറിയാം. 3 ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതായിരിക്കും? ചൈന അല്ലേ? ഉത്തരാഖണ്ഡിന് ചൈനയുമായിട്ട് ബൗണ്ടറി ഉണ്ട്. കാരണം ചൈനയുടെ അതിർത്തി പ്രദേശങ്ങൾ എവിടെ തൊട്ട് കിടക്കുന്നുണ്ട്? ഉത്തരാഖണ്ഡിൽ തൊട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ലിബുലക്കില, മനാല, നിറ്റില എന്നീ 3 ചുരങ്ങൾക്ക് ചൈനയുമായി ബന്ധമുണ്ട്. അപ്പോൾ ഇന്ത്യയെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, ആക്കീല. പിന്നെ നമ്മൾ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ ചുരം പഠിച്ചു. ഏതാ? ഉമിലുങ്ങില. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഹിമാചൽ പ്രദേശിലെ ഷിപ്കില പഠിച്ചു. അതുപോലെ തന്നെ പേര് കാട്ട 3 ചുരങ്ങളാണ് ലിബുലക്കില, പിന്നെ മനാല, പിന്നെ ഏതാ? നിറ്റില. ഇത് 3 ഇന്ത്യയെ ചൈനയുമായി ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിനെ എന്ത് ചെയ്യുന്നു? ചൈനയുമായി ബന്ധിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി വയ്ക്കുക.
അപ്പം നമ്മൾ ജമ്മു കാശ്മീരത്തെ കഥ പറഞ്ഞു, അവിടെ 2 ചുരം പറഞ്ഞു, ലഡാക്കിലത്തെ കഥ കഴിഞ്ഞു, ഹിമാചൽ പ്രദേശിലെ കഥ കഴിഞ്ഞു, ഉത്തരാഖണ്ഡിലെ കഥ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ നേപ്പാളിൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെ PSCയുമായി ബന്ധപ്പെട്ട ചുരങ്ങളില്ല. കാരണം ഇവിടെ ഉത്തർപ്രദേശ് വരുന്നുണ്ട്, ബീഹാർ വരുന്നുണ്ട്, അവിടെ ഒന്നും PSCയുമായി ബന്ധപ്പെട്ട ചുരങ്ങളില്ല. ഇനി നമ്മൾ കുറച്ചും കൂടി തള്ളി നിൽക്കുന്ന സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. ഏതാ? സിക്കിം. ഏതാണ്? സിക്കിം. സിക്കിമിലേക്ക് നോക്കിയാൽ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സിക്കിമിൻ്റെ ഒരു ഭാഗം നേപ്പാളാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരു ഭാഗം നേപ്പാൾ. സിക്കിമിൻ്റെ തൊട്ടടുത്ത ഭാഗം ഏതാ? ഭൂട്ടാൻ. അത് വലത് ഭാഗം, കിഴക്ക് ഭാഗം. സിക്കിമിൻ്റെ മോൾ ഭാഗം ഏതാ? ചൈനയുടെ പ്രദേശമാണ് ടിബറ്റ്. ഏതാണ്? ടിബറ്റിൻ്റെ തലസ്ഥാനത്ത് എന്താ വിളിക്കുക? ലാസ. ഐസ്ക്രീം അല്ല, സോറി, LAHS എന്നാണ്. LAHS. ടിബറ്റിൻ്റെ തലസ്ഥാനമാണ് ലാസ. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ സിക്കിമിനെ ഭൂട്ടാനുമായി ബന്ധിപ്പിക്കുന്ന, സിക്കിമിൽ നിന്ന് കണക്ഷൻ 3 രാജ്യത്തിലേക്ക് വരൂ. കാരണം സിക്കിമിൻ്റെ 3 വശത്തായി 3 രാജ്യങ്ങളാണ്. ഒന്ന് നേപ്പാൾ, ഭൂട്ടാൻ, പിന്നെ ഏതാ മുകളിൽ ചൈന. ചൈന പറഞ്ഞാൽ ടിബറ്റ്. ചിലപ്പോൾ ചൈന ചോദിക്കും, ശരിക്കും ടിബറ്റാണ്, ചൈനയുടെ അണ്ടറിൽ കിടക്കുന്ന ടിബറ്റ്. അപ്പോൾ ഒന്ന് സിക്കിമിനെ ഭൂട്ടാനുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കാരണം സിക്കിമിൽ നിന്ന് ഭൂട്ടാനിലേക്ക് പോകാൻ പറ്റും, സിക്കിമിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റില്ല, അത് പുറത്തല്ലേ. സിക്കിമിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും പോകാൻ പറ്റില്ല, കാരണം അതിനപ്പുറത്തും ഇപ്പുറത്തും ഒന്നല്ല അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും. സിക്കിമിനെ ഭൂട്ടാനുമായി ബന്ധിപ്പിക്കുന്ന ആ ചുരത്തിനെ വിളിക്കുന്ന പേര് ജലപ്പുല. ഏതാണ്? ജലപ്പുല. സിക്കിമിനെ ഭൂട്ടാനുമായി ബന്ധിപ്പിക്കുന്നു. സിക്കിമും നേപ്പാളും തമ്മിലൊന്നും PSCക്ക് അത്ര ബന്ധമില്ല, ചുരങ്ങൾ ഉണ്ടാവാം. പിന്നെ സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം, അത് ഇമ്പോർട്ടൻ്റ് ആയ ചുരം. കൈലാസ യാത്രയ്ക്കൊക്കെ സിക്കിമിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ചുരം കയറിയിട്ട് വേണം പോവാൻ. ടിബറ്റിലേക്ക് പോകുമ്പോൾ, കൈലാസം ടിബറ്റിലാണല്ലോ. പണ്ട് ചൈനക്കാർ പട്ടു വ്യവസായത്തിനായി ഇന്ത്യയിലേക്ക് ഈ ചുരത്തിലൂടെയാണ് സിക്കിമിലേക്ക് കയറി വന്നത്. അതുകൊണ്ടാണ് അതിനെ പട്ടുനൂൽ പാത അഥവാ സിൽക്ക് റൂട്ട് എന്നെല്ലാം വിളിച്ചത്. അപ്പോൾ ഭൂട്ടാനിലേക്ക് കടക്കുമ്പോൾ ജലപ്പുല, അപ്പോൾ ടിബറ്റിലേക്ക്, ചിലപ്പോൾ ടിബറ്റിൽ നിന്ന് ഓപ്ഷനിൽ വരില്ല, സിക്കിമും ചൈനയും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മറ്റു ചുരം. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് ചുരം പറഞ്ഞിട്ടുണ്ട്. ആക്കില പറഞ്ഞിട്ടുണ്ട്, ഉമിലുങ്ല പറഞ്ഞിട്ടുണ്ട്, ഷിപ്കില പറഞ്ഞിട്ടുണ്ട്, നിറ്റില, അതുപോലെ തന്നെ ലിബുലക്കില, അതുപോലെ തന്നെ മനാല. അതുപോലെ തന്നെ ഇന്ത്യ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരം, അതിനെ വിളിക്കുന്ന പേരാണ് സിൽക്ക് റൂട്ട് അഥവാ പട്ടുനൂൽ പാത. അതിൻ്റെ പേരാണ് നാഥുല. അത് നിങ്ങൾക്ക് എന്തായാലും അറിയും, ഒരുപാട് PSC പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദ്യം. ലാ എന്ന് വെച്ചാൽ എന്താ? ടിബറ്റൻ ഭാഷയിൽ. അപ്പോൾ ടിബറ്റൻ ഭാഷയിൽ ചുരം. ലാ എന്നൊരു ചുരം വന്നാൽ അതിൻ്റെ ഉത്തരം വരുന്ന സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം വടക്കോ വടക്ക് കിഴക്കോ ആയിരിക്കും. ഓപ്ഷനിൽ നിന്ന് എങ്ങനെ പോയാലും 4 എടുത്ത് പുറത്ത് കളയാം. തെക്ക് ഭാഗത്തോ മധ്യഭാഗത്തോ ഉള്ള ചുരങ്ങൾക്ക് ഒരിക്കലും ലാ എന്ന ഒരു വാക്ക് കൂടി വരില്ല. അപ്പോൾ സ്വാഭാവികമായി സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന നാഥുല, സിക്കിമിനെ ഭൂട്ടാനുമായി ബന്ധിപ്പിക്കുന്ന ഏതാ? ജലപ്പുല. അതുപോലെ തന്നെ ഈ അരുണാചൽ പ്രദേശ് എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്, അതാണ് ഈ വരയ്ക്കാൻ പോണ മറ്റൊരു സ്റ്റേറ്റ്. ഇതാണ് അരുണാചൽ പ്രദേശ്. ഇതങ്ങനെ അതിങ്ങനെ കിടക്കും. ഇതാണ് അരുണാചൽ പ്രദേശ്. ഞാൻ ഒന്നും കൂടി ഡാർക്കാക്കി വരയ്ക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഡാർക്കാക്കി വരയ്ക്കുന്നു. മാപ്പിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അരുണാചൽ പ്രദേശിൽ എന്തുണ്ട്? ഭൂട്ടാനുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ എന്താ? ഭൂട്ടാൻ. ഭൂട്ടാനിലേക്ക് കടക്കാനുള്ള പ്രധാനപ്പെട്ട ചുരം ജലപ്പലയാണ്, അത് സിക്കിമിൽ നിന്നാണ് പോകുന്നത്. പിന്നെ അരുണാചൽ പ്രദേശിന് ബൗണ്ടറി ഉള്ള ഒരു സ്ഥലമാണ് ചൈന. അല്ല, ഈ മോൾ ഭാഗം മൊത്തം എന്താ? ചൈന. പിന്നെ അരുണാചലിന് ബന്ധമുള്ള ഒരു രാജ്യമാണ് ഏത്? മ്യാൻമർ, അല്ലേ? ഇവിടെ അരുണാചൽ പ്രദേശിൽ നിന്ന് ടിബറ്റിലേക്ക് തന്നെ പോകും. മോൾ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരുണാചൽ പ്രദേശിൻ്റെ മോൾ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ അണ്ടറിലുള്ള ടിബറ്റിൻ്റെ തലസ്ഥാനത്തേക്ക് പോകും. ചിലപ്പോൾ ടിബറ്റിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ തലസ്ഥാനം LAHS. ഏതാ? ലാസ. ടിബറ്റിലേക്ക് തന്നില്ലെങ്കിൽ ലാസയിലേക്ക്. ഇപ്പോൾ സിക്കിമിൽ നിന്ന് ടിബറ്റിലേക്ക് എന്ന് പറയുന്നതും, സിക്കിമിൽ നിന്ന് ലാസയിലേക്ക് എന്ന് പറഞ്ഞാലും, സിക്കിമിൽ നിന്ന് ചൈനയിലേക്ക് എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെയാണ് സിൽക്ക് റൂട്ട് അഥവാ നാഥുല. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ നിന്ന് ടിബറ്റിലേക്ക്, അല്ലെങ്കിൽ ടിബറ്റിൻ്റെ തലസ്ഥാനം അരുണാചൽ പ്രദേശിൽ നിന്ന് എവിടേക്കാണ്? ലാസയിലേക്ക്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസിദ്ധമായ ചുരമുണ്ട്, അതിൻ്റെ പേരാണ് ബോംദില. ഏതാണ്? ബോംദില. അരുണാചൽ പ്രദേശ് ടിബറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിനെ ലാസയുമായി, ചൈനയുമായി, ടിബറ്റുമായി എങ്ങനെ വേണമെങ്കിലും പറയാം. കാരണം ചൈനയുടെ ഭാഗമാണ് ടിബറ്റ്, ടിബറ്റിൻ്റെ തലസ്ഥാനമാണ് ലാസ. ഏത് രീതിക്ക് ചോദിച്ചാലും ഉത്തരമേ തന്നെയാണ് ബോംദില എന്ന് വിളിക്കുന്ന ഒരു ചുരം. പിന്നെ അരുണാചൽ പ്രദേശിൽ ഈ ഒരു ഭാഗത്ത് വന്നാൽ ഒരു പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഇങ്ങനെ ബ്രഹ്മപുത്ര നദിയൊക്കെ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഞാൻ കളറാക്കി വരയ്ക്കുന്നുണ്ട് ആ സ്ഥലം. ആ സ്ഥലത്തിൻ്റെ പേരാണ് തവാങ്. ഏതാണ്?
ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാരം, ലാർജസ്റ്റ് പഗോഡ ലാർജസ്റ്റ് പഗോഡ ഇൻ ഇന്ത്യ. പഗോഡ എന്ന് വെച്ചാൽ ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററി, ബുദ്ധമത വിഹാരം. അതിന് വിളിക്കുന്ന പേരാണ് അരുണാചൽ പ്രദേശിലെ തവാങ്. അപ്പോൾ ഈ ബോംദില പോലെ തന്നെ ഈ തവാങ് എന്ന് പറയുന്ന സ്ഥലത്തും ഒരു ചുരമുണ്ട്. ആ തവാങ്ങിൽ നിന്നും എവിടേക്ക് തന്നെ പോവുക? ടിബറ്റിലേക്ക് തന്നെ പോവുക. ഈ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ടിബറ്റാണ്. ഇപ്പോൾ ബോംദില വന്നില്ലേ, അതുപോലെ തന്നെ അരുണാചലിൽ നിന്ന് ചൈനയിലേക്ക് ടിബറ്റിലേക്ക് വരുന്ന മറ്റൊരു ചുരം. ആ ചുരത്തിൻ്റെ പേരാണ് ബംല. അതാണ് അരുണാചൽ പ്രദേശിലെ ബംല. അപ്പോൾ ബംല അരുണാചൽ പ്രദേശ് ടു ചൈന അല്ലെങ്കിൽ ടിബറ്റ്, അങ്ങനെ പഠിച്ചാൽ മതി. ഇതിപ്പോൾ തവാങ് എന്നൊന്നും പറയണ്ട. അരുണാചലിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന 2 ചുരങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരെണ്ണമേതാ ബോംദില, ഒരെണ്ണമേതാ ബംല. ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരങ്ങളാണ് കൂടുതൽ. കാരണം ചൈനയാണ് ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കുന്നത്. ചൈനയുടെ ഭാഗത്ത് ഹിമാലയ പർവ്വതം ഇങ്ങനെ ഇത്രത്തോളം നീണ്ട് നിവർന്നിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ഹിമാലയത്തിൻ്റെ നീളം മൊത്തം ചൈനയുടെ ബൗണ്ടറിയിലേക്കാണ് ഏറ്റവും കൂടുതൽ കയറി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഹിമാലയ പർവ്വതം കടന്ന് ചൈനയിലേക്ക് ഒരുപാട് ചുരങ്ങളുണ്ടാവും. അതാണ് ലഡാക്കിൻ്റെ ഭാഗമായ അഖില, ലഡാക്കിൻ്റെ ഭാഗമായ ഉമിലുങ്ല, ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗമായ ഷിപ്കില, ഉത്തരാഖണ്ഡിലെ തന്നെ ലിബുലക്കില, നിറ്റില, മനാല, അതുപോലെ തന്നെ സിക്കിമിലെ സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന നാദുല, ഇപ്പോൾ അരുണാചൽ പ്രദേശിലെ ബംല, അത് തവാങ്ങിൽ നിന്ന് ചൈനയിലേക്ക്, എന്ന് വെച്ചാൽ അരുണാചലിൽ നിന്ന് ചൈനയിലേക്ക്. പിന്നെ ബോംദില എന്ന് വിളിക്കുന്ന ലാസയില, ലാസ പറഞ്ഞാൽ ടിബറ്റ് തന്നെ. ചൈന പറഞ്ഞില്ലെങ്കിൽ ടിബറ്റ്, ടിബറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ചൈന, ചിലപ്പോൾ ലാസ എന്നായിരിക്കും, ഒക്കെ ഒന്ന് തന്നെ. ഏതാ ബോംദില. പിന്നെ അരുണാചലിന് ബന്ധമുള്ള മറ്റൊരു കൺട്രി, അരുണാചലിന് ബന്ധമുള്ള മറ്റൊരു കൺട്രി, അതാണേത്? മ്യാൻമർ. അപ്പം മ്യാൻമറുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഞാൻ പല ഭാഗങ്ങളിലും കൺട്രീനെ സ്റ്റേറ്റ് എന്ന് ഉച്ചരിച്ചൊന്നൊരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ക്ലിയർ ചെയ്യുക. സ്റ്റേറ്റ് അല്ല, കൺട്രി. അരുണാചൽ അല്ലെങ്കിൽ രാജ്യം, അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരമുണ്ട്. ആ ചുരത്തിൻ്റെ പേരാണ് ഡിഫു. ഏതാണ്? ഡിഫു എന്ന് വിളിക്കുന്ന, ഡിഫുല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പല ഭാഗത്തും കണ്ടിട്ടുണ്ട്. ഡിഫു, അരുണാചലിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണേത്? ഡിഫു. അപ്പോൾ ലഡാക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഖില പഠിച്ചു, അതുപോലെ തന്നെ ഉമിലുങ്ല എന്ന് പറയുന്ന ഒരു ചുരം പഠിച്ചു, അതുകൂടാതെ നാമാക്കില പഠിച്ചു, അതുകൂടാതെ ഫോർട്ടുല പഠിച്ചു, അതുകൂടാതെ ജമ്മു കാശ്മീരിൽ നിന്ന് ലഡാക്കിലേക്ക് കയറി പോകുന്ന സോജില പഠിച്ചു. ഹിമാചൽ പ്രദേശിൽ വരുന്ന ഇൻ്റർനാഷണൽ പാസ് ഷിപ്കില, ചൈനയുമായി ഇന്ത്യക്കുള്ളിലെ പല സ്ഥലങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ബാരാലാപ്ചുല, റോഹ്താങ്ല, സിംഗോല. ഉത്തരാഖണ്ഡിലുള്ള 3 ചൈനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അന്താരാഷ്ട്ര ചുരങ്ങളാണ്. മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്ന പറയുമ്പോൾ ഇൻ്റർനാഷണൽ പാസസ് ആണ്. ലിബുലക്കില, നിറ്റില, മനാല. സിക്കിമിലും ഇൻ്റർനാഷണൽ പാസ് 2 ഉണ്ട്. ഭൂട്ടാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജലപ്പില, അതുപോലെ തന്നെ ചൈന അല്ലെങ്കിൽ ടിബറ്റ്, ലാസയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സിൽക്ക് റൂട്ട് അഥവാ പട്ടുനൂൽ പാത എന്ന് വിളിക്കുന്ന നാദുല. അരുണാചലിലെ തവാങ് എന്ന് തുടങ്ങി ലാസയിലേക്ക് അല്ലെങ്കിൽ ടിബറ്റിലേക്ക്, ചൈനയിലേക്ക് പോകുന്ന, ടിബറ്റ്, ലാസ, ചൈന എന്നൊക്കെ പറഞ്ഞാൽ ഒരേ ഭാഗത്തേക്ക് തന്നെ പോകുന്നു. ഇപ്പോൾ സ്വാഭാവികമായി പാലക്കാട്ട് നിന്ന് കോയമ്പത്തൂർക്ക് പോകുന്നു എന്ന് പറഞ്ഞാലും, പാലക്കാട്ട് നിന്ന് കോയമ്പത്തൂരിലെ പോത്തന്നൂരിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാലും ഒരേ റൂട്ടൻ തന്നെയാണ്, ഒന്നെ. അതുപോലെ തന്നെ അപ്പോൾ തവാങ് നിന്ന് ടിബറ്റിലേക്ക്, ലാസയിലേക്ക്, ചൈനയിലേക്ക് കടന്നു പോകുന്ന ബംല, അരുണാചലിനെ തന്നെ ബംലയെ പോലെ തന്നെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ബോംദില, അരുണാചലിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ഡിഫു തുടങ്ങിയ ചുരങ്ങളെല്ലാം ഹിമാലയത്തിൻ്റെ ഭാഗമായ പ്രസിദ്ധമായ ചുരങ്ങളാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല. ബേസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവരിൽ പലവരും പല രീതിയിൽ അറിവ് സമ്പാദിക്കുന്നവരും പഠിക്കുന്നവരുമായിരിക്കും. എല്ലാവർക്കും ഒരേ കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അത് ഞങ്ങൾക്ക് പൂർണ്ണമായി വേണം. എന്നാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു പ്രചോദനം നിങ്ങളെ സപ്പോർട്ടാണ്. അപ്പം നിങ്ങളെ വിലയേറിയ ഈ സമയം ഉപയോഗിച്ച് ഞങ്ങളുടെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഞങ്ങൾ നന്ദി പറയുന്നു.